നമസ്കാരം. പുതുവർഷം പിറക്കാൻ ഇനി അധികം സമയമില്ല എന്നതാണ് വാസ്തവം. ഓഗസ്റ്റ് 17-നാണ് പുതുവർഷം ആരംഭിക്കുന്നത് അഥവാ പുതുവർഷം പിറക്കുന്നത്. എന്നാൽ ഈ പുതുവർഷത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പുതുവർഷത്തിൽ ചില നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് പുതുവർഷത്തിൽ ഇത്തരത്തിലൊരു സൗഭാഗ്യം തേടിയെത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേതായ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കൊല്ലവർഷം 1200 ആണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശുഭകരമാണ്. നക്ഷത്രനാഥനായ കേതു 6-ാം ഭാവത്തിൽ ഉപജയ സ്ഥാനത്തിൽ കൂടിയാകയാൽ പ്രവർത്തികൾ ഗുണകരമായി തീരും. വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. ശനിയുടെ അനുകൂലത മീനം പകുതി വരെ തുടരുന്നതിനാൽ ഭാവിയിൽ നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ആരോഗ്യം വർദ്ധിക്കാം. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബ ഭദ്രത കൈവരിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠന മികവ് ഉണ്ടാകുന്നതായ സമയമാണ് ഇത്. കൂടാതെ തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ശമ്പളം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ പല വഴികളിലൂടെയും ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തികൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അതിനാൽ തന്നെ ഈ സമയം ധനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകുന്ന വർഷമാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ പരിശ്രമങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ, കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്നു ചേരും. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പുതുവർഷം നിങ്ങൾക്ക് ശുഭമാണ് എന്ന് പറയാം. കാരണം രാജയോഗമായ തുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം പ്രധാന ഗ്രഹങ്ങൾക്ക് സൽഭാവങ്ങളിൽ സ്ഥിതി ഉള്ളതിനാൽ തന്നെ പ്രയോജനം നിങ്ങൾക്ക് വന്നു ചേരുന്നതായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാനുള്ള സമയം കൂടിയാണ് ഇത്. കൂടാതെ തൊഴിലുമായി ബന്ധപ്പെട്ട് നിരാശപ്പെടേണ്ടതായി വരില്ല എന്ന കാര്യം ഓർക്കുക. തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നു ചേരാം. കൂടാതെ നിങ്ങൾക്ക് പല ഭാഗങ്ങളിൽ നിന്നും ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പിന്തുണ ലഭിക്കാം. കൂടാതെ കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ പ്രത്യേകം ഓർക്കുക. കൂടാതെ ഈ സമയം പ്രണയവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള വ്യക്തികൾക്ക് അത് വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനപ്പെട്ട ചില വ്യക്തികൾ കടന്നു വരികയോ അവരുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ ഈ സമയം അത്തരം കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന കാര്യം നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ഈ സമയം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം ഏതൊരു കാര്യത്തിലും പരിശ്രമിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനും തന്മൂലം നേട്ടങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്നതായ ഒരു വർഷമാണ് എന്ന് നിസ്സംശയം പറയാം. ഇഷ്ടദേവതയെ ഭജിച്ച് മുന്നോട്ട് പോവുക. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പുതുവർഷത്തിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശനി അഷ്ടമത്തിൽ തുടരുന്നു. വ്യാഴം ലാഭഭാവത്തിലും സഞ്ചരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ജീവിതത്തെ നിങ്ങൾക്ക് പരിപോഷിപ്പിക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പ്രോത്സാഹിപ്പിക്കുന്ന ഫലങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു വർഷമാണ് മുന്നിലുള്ളത് എന്ന് മനസ്സിലാക്കുക. പല കാര്യങ്ങളിലും പ്രയത്നിക്കുകയും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും എന്നാണ് ഫലം. കൂടാതെ ഈ സമയം മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം പിടിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ അംഗീകാരം, പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. ചില വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. കൂടാതെ തൊഴിലുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്പം ആദായം വർദ്ധിക്കാം. കൂടാതെ പല പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാൻ സാധിക്കും. ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം കലാകാരന്മാർക്കും അനുകൂലമാണ് സമയം. അംഗീകാരങ്ങൾ ലഭിക്കാം. അവസരങ്ങൾ വന്നു ചേരാം.
കൂടാതെ ഈ സമയം ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളിലും കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകരുത് എന്ന കാര്യം ഓർക്കുക. സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ആദായം വർദ്ധിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ചില നിക്ഷേപങ്ങൾ നടത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദേശത്തേക്ക് പോകുവാനും വിദേശത്ത് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുവാനും സാധ്യത കൂടുതലാകുന്നു. പഠനം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം എന്ന് മനസ്സിലാക്കുക. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാന ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിൽ ആകയാൽ സുപ്രധാനമായ വർഷമായിരിക്കും, അനുകൂലമായ വർഷമായിരിക്കും എന്ന കാര്യം ഓർക്കുക. നേട്ടങ്ങൾ പലത് സ്വന്തമാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങൾക്കും ലഘു പ്രയത്നത്താൽ തന്നെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങൾക്കാണ് ഇത്തരത്തിൽ സംഭവിക്കുക. ഉന്നതരുടെ അംഗീകാരവും പിന്തുണയും കൈവരിക്കുവാൻ സാധിക്കും. ബന്ധങ്ങൾ സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിലനിർത്തുവാൻ സാധിക്കും. ചില വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. ജോലിയിൽ, ബിസിനസ്സിൽ അല്ലെങ്കിൽ ചെയ്യുന്നതായ പ്രവൃത്തിയിൽ അല്പം ഉയർച്ച ദൃശ്യമാകുന്ന സമയമാകുന്നു. ഉന്മേഷത്തോടു തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് ഇത്. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ഉണ്ടാകും, എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും കരകയറുവാൻ സാധിക്കുന്നതായ ഒരു വർഷമാണ് എന്ന് പറയാം. അല്പം ഉയർച്ച പ്രതീക്ഷിക്കാം. ഭൂമി, വാഹനം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനോ അല്ലെങ്കിൽ വിൽക്കുവാനോ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ബിസിനസ് വിപുലീകരിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. ഈ സമയം പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾക്ക് അല്പം സാധ്യത കൂടുതലാകുന്നു. വിദ്യയിൽ ഉയർച്ച നേടുക, വിദേശത്ത് തൊഴിൽപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുക, തൊഴിൽ ലഭിക്കുക, പഠനവുമായി ബന്ധപ്പെട്ട് പോകുവാനുള്ള അവസരങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ ഏത് കാര്യത്തിലും പരിശ്രമം നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ എത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു വർഷമാണ് എന്ന് പറയാം. വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സഫലമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പരിശ്രമിക്കുകയാണ് എങ്കിൽ മറ്റുള്ളവരുടെ പിന്തുണയാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കാം. പരിശ്രമത്താൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാകുന്നു. ഔദ്യോഗികമായ യാത്രകൾ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതുമാണ്. കൂട്ടുകച്ചവടം അഥവാ പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ അല്പം ലാഭം കൊയ്യുവാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ് വിപുലീകരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം മറ്റുള്ളവരുടെ പ്രീതി നേടിയെടുക്കുവാൻ സാധിക്കും. വിവാഹിതരായ വ്യക്തികൾക്ക് ദാമ്പത്യ ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ വർഷം. കൂടാതെ അവിവാഹിതരായ വ്യക്തികൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമാകാം. പ്രണയികൾക്കും സ്വപ്ന സാഫല്യത്തിന് അവസരം ലഭിക്കും. വിദേശ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക. പഠനം, ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യാത്രകൾ വന്നു ചേരാം അഥവാ വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ തെളിയുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാൻ സാധിക്കും. ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. നിക്ഷേപങ്ങൾക്കുള്ള സാധ്യതകൾ ഈ വർഷം കൂടുതലാകുന്നു. ഇത്തരത്തിൽ പൊതുവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാകുന്ന വർഷമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. സ്വയം തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ പ്രേരണയാൽ തന്നെ പല കാര്യങ്ങളും ചെയ്യുകയും അത് വിനയാകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ സ്വയം ചിന്തിച്ച് അനുകൂലമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മുന്നോട്ട് പോവുക.